ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണെന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നൊരു ടേസ്റ്റി മീൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും മുഴുവൻ കാണുക, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ കഷ്ണം മീനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 തക്കാളിയും 1 കഷ്ണം ഉള്ളിയും 2 കഷ്ണം കൊടമ്പുളിയും അതുപോലെ വെളുത്തുള്ളിയും കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് കടുകും അതുപോലെ 2-3 മണി ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് കരിവേപ്പിലയും അതുപോലെ വെളുത്തുള്ളിയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. നേരത്തെ അരിഞ്ഞ് വെച്ച 1 കഷ്ണം ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 കൊടമ്പുളി ചേർത്ത് കൊടുക്കുക. അതുപോലെ മുറിച്ച് വെച്ച 2 തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഉപ്പിട്ട് മൂടി വെച്ചാൽ പെട്ടെന്ന് വാടി വരും, അതിനു വേണ്ടിയാണ് കേട്ടോ. നന്നായിട്ട് മൂടി നല്ലോണം വഴന്ന് വരുമ്പോൾ അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പരിഭവത്തോളം വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മസാല ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം മീനിൻ്റെ അളവ് അനുസരിച്ചിട്ട് വേണം ഇതിൽ അളവ് കൂട്ടാനും കുറക്കാനല്ല. അതൊന്ന് അടച്ചു വെച്ച് കറി തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ച ശേഷം മാത്രം മീനിന് ഇട്ട് കൊടുക്കുക, എങ്കിൽ അതിലെ മസാലകളൊക്കെ ഒന്ന് വേവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ഒന്നിച്ചിടാണ്ടിരിക്കുക, അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ വല്ലാതെ കുത്തി ഇളക്കാണ്ടിരിക്കുക സ്പൂൺ കൊണ്ട് മീനിട്ട ശേഷം. മീനിട്ട ശേഷം കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. അപ്പം കറി നന്നായിട്ട് മീനെല്ലാം വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ എളുപ്പമാണ്. മീനിൽ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് മൂടി വെക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞെടുത്ത് കൂട്ടാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.